സീതപ്പഴം മൂത്ത് വിളഞ്ഞ് പഴുത്ത് ഇങ്ങനെ കിടക്കണ്. അപ്പോൾ വവ്വാലുകളൊന്നും കണ്ടില്ല, കാരണം കുറച്ച് വാഴയുടെ വാഴയില ഒക്കെ മൂടിയിരിക്കുന്ന അവൻ കാണാണ്ട് നിൽക്കണം. അപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് വളമിട്ട് കൊടുത്തായിരുന്നു, അത് കാരണം ഈ തവണ ഉണ്ടായതൊക്കെ നല്ല വലുപ്പത്തിലാണ് കായകളൊക്കെ. അപ്പോൾ വളമിട്ടത് പോരാ, കുറച്ചുകൂടി വളമിട്ട് കൊടുക്കണം. അപ്പോൾ സബിതയുണ്ട്, ഇതേ നോക്കിക്കോ, ഇതാണ് സീതപ്പഴം. നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയാം ഇംഗ്ലീഷിൽ, കസ്റ്റാർഡ് ആപ്പിൾ. കണ്ടോ, ഇതപ്പം ഞാൻ ഈ എൻ്റെ വാള് വെച്ചിട്ട് ഇങ്ങോട്ട് മുറിച്ചെടുക്കണം. ഇങ്ങോട്ട് നോക്ക്, കിട്ടണല്ലേ, പിടിക്കാൻ കിട്ടണല്ലേ? ഇതേ കണ്ടോ, ഇതാണ് നമ്മളുടെ സീതപ്പഴം, കസ്റ്റാർഡ് ആപ്പിൾ. കണ്ടോ, പഴുത്ത് നല്ല കൊതിയൂർന്ന ഭംഗിയാണ്. കണ്ടോ. അപ്പോൾ സബിതയ്ക്ക് ഇതിൻ്റെ രുചിയൊക്കെ അവള് ഇങ്ങോട്ട് താന്ന് പറയുന്നത്. സംഗതി അവള് കയ്യിൽ പിടിച്ചാലും ഞാൻ എനിക്കിന് തരുള്ളൂ. അപ്പം ഇതിന് നമ്മൾ കഴിഞ്ഞ വർഷം വളം ഇട്ട് കൊടുത്ത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വളം ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ സബിതയാണെങ്കിൽ അതുകൊണ്ട് പോയേക്കണം വീട്ടിലേക്ക്. അവിടെ സ്റ്റൗമ്മോ അടുപ്പത്ത് ഭക്ഷണങ്ങളൊക്കെ, കാലത്തേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് ഇവിടെ ഷൂട്ടിങ്. കണ്ടോ, ഇതാണ് ആട്ടിൻകാട്ടം. അപ്പം ഞാൻ ഒരു 75-80 രൂപയ്ക്കുള്ള ആട്ടിൻകാട്ടം ഇതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും. ഇതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് നനച്ചിട്ട് കഴിഞ്ഞാലേ ഈ മഴക്കാലത്ത് തന്നെ നല്ല വേരോട്ടം കിട്ടും. ഇതാണ് സാധനം, നോക്കിയാൽ കണ്ടോ, ആട്ടുംകാട്ടാണ്. അപ്പം നമ്മൾ 75 രൂപ അല്ലെങ്കിൽ 80 രൂപ ഒരു ആട്ടുംകാട്ടം ഇട്ട് കൊടുത്താലും നമുക്ക് എന്താ നഷ്ടം? അടുത്ത വർഷം ഉണ്ടാവും, ഒരു 3-4 മാസം കഴിഞ്ഞ് ഒരു 4-5 കിലോ കൂടുതൽ ഉണ്ടായി കിട്ടും, നല്ല വലുപ്പത്തിൽ. അപ്പോൾ കണ്ടോ, ഇതങ്ങോട്ട് ആട്ടുംകാട്ടം ഇട്ട് കൊടുത്താൽ പോരാ, മഴക്കാലമായാലും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താലേ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അപ്പം ഇന്നത്തെ എൻ്റെ വേലകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കയ്യും കാലൊക്കെ കഴുകി ഷർട്ടൊക്കെ ഒന്ന് കഴുകിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ സബിത വന്നിട്ടുണ്ട്, നമ്മുടെ സീതപ്പഴം കൊണ്ട് കഴിച്ചോളാൻ വന്നിട്ട്. അപ്പോൾ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഇന്ന് പൊട്ടിച്ചതേ നല്ല മരത്തിൽ തന്നെ നിന്ന് പഴുത്ത തന്നെ നല്ല രുചി കൂടുതലായിരിക്കും. ഷർട്ടൊക്കെ ഒന്ന് കഴുകിയിട്ടില്ലെങ്കിലേ നാളേക്ക് ഈ മണ്ണും ചെളിയിരുന്നിട്ട് ഷർട്ടും നാശാവും, മണവും വരും. അപ്പം ഇതൊന്ന് കഴുകി ഉണക്കിയിട്ടാവും. തന്നോ. കണ്ട, ഇതാണ് നമ്മുടെ സീതപ്പഴം. അപ്പോൾ ഇത് കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളൊക്കെ ഇഷ്ടം പോലെ ചെടികൾ വെച്ചുപിടിപ്പിക്കുക. ഇതിന് കുറച്ച് സ്ഥലം വേണ്ടു. സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 അടി അകലത്തിൽ ഇത് കുഴിച്ചിടാം. അപ്പോൾ ഒരെണ്ണമല്ല കുഴിച്ചിടേണ്ടത്, ഒരു 10-15 എണ്ണമൊക്കെ നിങ്ങൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം നമുക്കിതുപോലെ വിളവ് കിട്ടും. അപ്പോൾ മറ്റുള്ള ഭക്ഷണങ്ങൾ, അരി ഭക്ഷണമൊക്കെ കുറച്ച് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ ഉണ്ടാകുന്ന ഫലങ്ങൾക്ക്, ഇതുപോലത്തെ ഫ്രൂട്ട്സിന് ഭയങ്കര രുചിയായിരിക്കും. കടകളിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ ഒരിരട്ടിയും കൂടിയായിരിക്കും. കാരണം കടകളിലുള്ളതൊക്കെ അല്പം മൂപ്പ് കുറഞ്ഞതും മറ്റായിരിക്കും. അതെങ്ങനെയും വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അപ്പം നമ്മളുടെ തോട്ടത്തിലൊക്കെ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുക. നിസ്സാരം സമയം കൊണ്ട് സാധനം ഉണ്ടാകും. ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസത്തിൽ ഇതുമ്പോൾ കായ ഉണ്ടായുള്ളൂ. കണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ കറുത്ത ഒരു ജാതി വിത്തുകളുണ്ട്. നമ്മുടെ ആത്തപ്പഴത്തിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെ വിത്ത്. അതൊക്കെ പാകി മുളപ്പിച്ച് വീണ്ടും കുഴിച്ചിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുരുവൊക്കെ എടുത്തിട്ട് കളയണില്ല, നമ്മളുടെ മടിശീലയെല്ലാം അങ്ങോട്ട് വെച്ച് കൊടുക്കാം. മടിശീല എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. കണ്ടോ, പണ്ടൊക്കെ മുറുക്കാൻ പൊതിയും പൈസയും ഇതൊക്കെ ആൾക്കാർ ഇതുപോലെയാണ് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നുണ്ട്. കണ്ടോ, ഇതന്നെ സാധനം. ഇതൊക്കെ നിങ്ങളൊക്കെ ഇതൊക്കെ കഴിക്കണം മക്കളെ. എന്താ രുചി എന്ന് പറയുക ഇതിനൊക്കെ. ഇതൊക്കെ അപ്പോൾ നമ്മളുടെ മുറ്റത്തോ അല്ലെങ്കിൽ കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇത് വെച്ചുപിടിപ്പിക്കാൻ എളുപ്പമാണ്. കാരണം ഈ ചെടി, സീതച്ചെടി നത്ത വലിയ മരമാവില്ല, ഒരു 6 അടി അല്ലെങ്കിൽ 7 അടി ഉയരാണ് മാക്സിമം ഉള്ളൂ.